ശ്രീ വി ശിവദാസൻ, ഇവിടുത്തെ മൗലികമായ പ്രശ്നം ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരാണല്ലോ കേരളത്തിലേത്. ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ശ്രീ ശിവദാസൻ കേരളത്തിലേത്. അപ്പോൾ ആ സർക്കാരിന് ഈ തൊഴിലാളികളുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും? ശരിയാണ്, ഇവർ വോളണ്ടിയേഴ്സാണ്, സ്കീം വർക്കേഴ്സാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇവർ ഈ വോളണ്ടിയേഴ്സാണ്, സ്കീം വർക്കേഴ്സാണ് എന്ന നില നിൽക്കുമ്പോൾ തന്നെയാണ് പശ്ചിമ ബംഗാൾ പോലെ ഒരു വലിയ സംസ്ഥാനം അവർക്ക് ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് 62 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ. ഇതേ ആളുകൾക്ക്, ഇതേ സ്കീം വർക്കേഴ്സായി നിലനിൽക്കുമ്പോഴാണ് ഹരിയാനയിലെ സർക്കാർ 2 ലക്ഷം രൂപ ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ഇതേ സ്കീം വർക്കേഴ്സായി, ഇതേ വോളണ്ടിയേഴ്സായി നിൽക്കുമ്പോഴാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇവർക്ക് വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യവും ഗ്രാറ്റുവിറ്റിയും പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാരായ കേരളം ഇവരുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മൗലികമായ ചോദ്യം. ഇപ്പോൾ 7000 രൂപ ഞങ്ങൾ കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞല്ലോ, അതുപോലും ഫിക്സഡ് ആയിരുന്നില്ല, വേരിയബിൾ ആയിരുന്നു. അത് ഫിക്സഡ് ആക്കിയത് പോലും ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അത് ആരോഗ്യമന്ത്രിയും സമ്മതിക്കും. അപ്പോൾ നിങ്ങൾ രാജ്യത്തിന് മുഴുവൻ ഇടതുപക്ഷ ബദലിന്റെ മാതൃക കാണിക്കാൻ നിയുക്തരായ ആളുകൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ബംഗാളും ഹരിയാനയും ചെയ്തത് പോലും ഇവിടെ ചെയ്യാത്തത് എന്ന ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കേന്ദ്രം കൂട്ടേണ്ടത് അവർ കൂട്ടട്ടെ. ഒന്ന് തുടങ്ങാലോ. ഈ CITU നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. CITU നേതാവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളെല്ലാം CITU, INTUC ഭേദമില്ലാതെ എല്ലാ സംഘടനകളുടെയും നിലപാട് എന്നുള്ളത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തണമെന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. അത് ആ സംഘടനയുടെ, ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാടാണ്. ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാട് തെറ്റെന്ന് പറയാൻ ആർക്കാ പറ്റുക? അപ്പോൾ ആ തൊഴിലാളി യൂണിയൻ്റെ നിലപാട് കിളമരം കരീമിൻ്റെയും ഇളയരം കരീമിൻ്റെ സംഘടനയുടെ നിലപാടല്ല INTUCക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ അവരുടെ നിലപാട് അത് തന്നെയാണ്. 2, ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിന് പണം നിഷേധിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു വരുമ്പോഴാണ് അഭിലാഷ് ഇൻ്റർവെല്ലിലേക്ക് പോയത്. എന്താ കേരളത്തിന് പണം നിഷേധിക്കാൻ കാരണം? മലയാളം സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഹിന്ദി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന മട്ടിൽ ഭാഷ തന്നെ, നമ്മുടെ ഭാഷയെ തന്നെ അപമാനിക്കുന്ന നിലയിൽ ചില സമീപനം ഉണ്ടായി. ചെറുത്തു നിന്നു. പക്ഷേ ആ ചെറുത്തുനിൽപ്പിൻ്റെ ഇടയിൽ പിന്നീട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖലയുടെ കൂടി എല്ലാം നന്മകളും കണക്കാക്കി ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ആരോഗ്യമേഖലയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഒരു പുതിയൊരു പേര് കൂടിയുണ്ടെന്ന്. ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ ഡോക്ടർമാർ വേണമെന്നല്ല പറഞ്ഞത്, നമ്മുടെ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിൽ കുറവുണ്ട്, കൂടുതൽ മരുന്ന് ഏർപ്പാട് ചെയ്യണമെന്നല്ല, അവിടെ വീൽ ചെയറും മറ്റ് ഫെസിലിറ്റി ഒരുക്കണം എന്നല്ല പറഞ്ഞത്. എന്താണ്? പേര് മാറ്റി. എന്നാലോ ഈ പേര് മാറ്റാൻ പെയിൻ്റ് അടിക്കേണ്ട പൈസയോടൊപ്പം ചേർത്താൽ പിന്നെ കിട്ടുന്ന പൈസ എത്രയാണെന്നുള്ള കണക്ക് നമുക്കറിയാം. ഇനി എന്താണ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വീട് നിർമ്മിക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ പണം വാങ്ങുന്നതിൽ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നില്ല, കോ ബ്രാൻഡിങ്ങിനോട് സഹകരിക്കുന്നില്ല എന്ന്. എന്താ കോ ബ്രാൻഡിങ്ങിൽ നമ്മളെടുത്തിട്ടുള്ള നിലപാട്? കേരളത്തിൽ വീടെടുക്കുന്ന ഒരു മനുഷ്യൻ, കേരളീയന് ആത്മാഭിമാനത്തോടു കൂടിയാണ് അയാൾ വീടെടുക്കുന്നത്. ആ വീട്ടിൽ അത് എൻ്റേതാണ് എന്ന് ധരിച്ചുകൊണ്ട് താമസിക്കാനുള്ള സൗകര്യം അയാൾക്കുണ്ടാവണം, അവകാശം അയാൾക്കുണ്ട്. ആ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് മോദിയുടെ ഫണ്ടിൽ നിർമ്മിച്ച ബോർഡാണ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കാൻ വേണ്ടിയുള്ള പണവും കൊടുത്ത് അത് നിർബന്ധമാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന കേരളത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. ആ അഭിപ്രായം കേരളീയരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതിഫലനാണ്. ഞങ്ങൾ വീണ്ടും പറയാണ്, യൂണിയൻ ഗവൺമെൻറ് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ ആ നികുതി പണത്തിൻ്റെ നിശ്ചിത ശതമാനം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, കേരളീയർക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാം അർഹതപ്പെട്ടതാണ്. ആ പണം തിരികെ കൃത്യമായി കേരളത്തിന് നൽകണമെന്നുള്ളതാണ് കേരളമാകെ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ വിഴിഞ്ഞത്തോട് കാട്ടിയിട്ടുള്ള വിവേചനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. വയനാട്ടിനോട് കാണിച്ചിട്ടുള്ള കൊടിയ ക്രൂരതയെക്കുറിച്ച് പരാമർശിച്ചു. ആ വയനാടിൻ്റെയും വിഴിഞ്ഞത്തിൻ്റെയും മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ SSKയുടെ മുഖാന്തരം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, എങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം നൽകാതിരിക്കുക എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ എയിംസ് ഉൾപ്പെടെ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നൽകേണ്ടുന്ന പണം പല കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചുവെക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നൽകുന്ന പണം 75,000 രൂപയാണ്. 75,000 രൂപ. ആ 75,000 രൂപ മാത്രം തരുമ്പോൾ അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണം എന്ന് പറയുന്നു. നമ്മളെന്താണ് പറയുന്നത്? കേരളത്തിൽ ഒരാൾ വീടെടുക്കുമ്പോൾ ആ വീടെടുക്കുന്നതിന് ന്യായമായും അയാൾക്ക് ഒരു ചിലവുണ്ടെന്നും ആ ചിലവിൻ്റെ മുഖ്യ പങ്ക്
ആ വ്യക്തിക്ക് സർക്കാർ നൽകണം. ആ സർക്കാർ നൽകുമ്പോൾ അതിൽ യൂണിയൻ ഗവൺമെന്റിന്റെ പണം ഇത് പോരാ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ആ അഭിപ്രായം ഒറ്റക്കെട്ടായി നമ്മൾ പറയണ്ടേ. കക്ഷി രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ചുകൊണ്ട് പ്രതികരിക്കുന്നതിന് പകരം കേരളത്തിലെ സർക്കാർ ജനങ്ങൾക്ക് വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി, ആരോഗ്യ മേഖലയുടെ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടും പ്രവർത്തനങ്ങളോടും ക്രിയാത്മകമായ നിലയിൽ പ്രതികരിക്കുക എന്നുള്ളത് കേരളീയരായിട്ടുള്ള ഓരോ ആളുകളുടെയും ചുമതലയാണ്. അതൊക്കെ ശരി. പ്രസിഡന്റ് ആയതുകൊണ്ട് SFI പ്രസിഡന്റായി ഒക്കെ വന്ന ആളാണ്. MP രാജേഷിന്റെ കേൾക്കൂ, MP രാജേഷിന്റെ ഗതി ഉണ്ടാവും എന്ന മട്ടിൽ പറയുന്ന കേട്ടു. MP രാജേഷ് കേരളത്തിന്റെ മന്ത്രിയായി ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് MP രാജേഷ്. ആ MP രാജേഷ് CPIM-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. MP രാജേഷിന് എന്തെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട അല്ലെങ്കിൽ മോശപ്പെട്ട നിലയിലുള്ള അനുഭവം MP രാജേഷിന് അങ്ങുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. MP രാജേഷ് എൻ്റെ കൂടി പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. അതുകൊണ്ട് ദുരുദ്ദേശം വെച്ച് അങ്ങ് പറഞ്ഞിട്ടുള്ള ആ വാക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങയോട് പറയാണ്, നല്ല ഉദ്ദേശമല്ല ആ പ്രയോഗത്തിൽ എന്നറിയുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് കാര്യം ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രം. അല്ല, ശ്രീ ശിവദാസൻ, ഇവിടെ അങ്ങ് സവിസ്തരം കുറെ കാര്യങ്ങൾ പ്രതിപാദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മത്തിലേക്ക് അങ്ങ് കടന്നിട്ടേ ഇല്ല. ഞാൻ ചോദിക്കുന്ന ഇതേ സമീപനമാണല്ലോ യൂണിയൻ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്നത്, വിശേഷിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട്. എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സോഷ്യൽ സെക്യൂരിറ്റി, വെസ്റ്റ് ബംഗാളിനും ആന്ധ്രാപ്രദേശിനും ഹരിയാനയ്ക്കും നൽകാൻ കഴിയുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഈ വർക്കേഴ്സിന് കേരളത്തിന് നൽകാൻ കഴിയുന്നില്ല? അവർക്ക് അങ്ങനെ ഒരു ഉറപ്പ് പോലും കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അങ്ങയുടെ ചോദ്യം വരട്ടെ. അങ്ങയുടെ ചോദ്യം നന്നായി. ഞാനിതാ അങ്ങ് കുറച്ചുകൂടി സമയം എനിക്ക് തന്നതുകൊണ്ട് സന്തോഷം. ഹരിയാനയിൽ കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അത്രയും തുക വാങ്ങാൻ ഹരിയാനയിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല, ആശാ വർക്കർമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹരിയാനയുടെ ചിത്രം. ഒന്നുകൂടി ചേർത്ത് പറയാം, കേരളത്തിൽ കൊടുക്കുന്ന അത്ര സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഹരിയാനയിൽ കൊടുക്കുന്നില്ല. ഹരിയാനയുടെ ജനസംഖ്യയും കേരളത്തിൻ്റെ ജനസംഖ്യയും ഒന്ന് നോക്കുക. ഇതിനേക്കാൾ ജനസംഖ്യയിൽ ഒട്ടും കുറവിലല്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം അത് 4 ലക്ഷത്തിൽ ചുവടെയാണ്. 4 ലക്ഷത്തിൽ ചുവടെ. ആ ഹരിയാനയിൽ 4 ലക്ഷത്തിൽ ചുവടെ മാത്രം ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഹരിയാനയിലെ ആശാ വർക്കർമാരെ കുറിച്ചാണ് അങ്ങ് പറയുന്നത് എന്നുള്ളത് വിസ്മരിക്കരുത്. അല്ല, ഈ കേന്ദ്രത്തിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. അല്ല, ഓണറേറിയത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒറ്റ സെക്കൻഡ് ശിവദാസൻ. ഒന്ന്, ഹരിയാന ഓണറേറിയമായി, ആ സർക്കാരിന്റെ ഓണറേറിയമായി 6100 രൂപ കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പെസിഫിക് ആയി ഹരിയാനയുടെ കാര്യം പറഞ്ഞത് വിരമിക്കൽ ആനുകൂല്യമായി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ₹2 lakhs ടു ആശാ വർക്കേഴ്സ് അറ്റ് ദ ടൈം ഓഫ് ദെയർ റിലീവിംഗ് ആഫ്റ്റർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 60 years. അപ്പോൾ 60 വയസ്സായി ഒരു ആശാ വർക്കർ പിരിയുമ്പോൾ 2 ലക്ഷം രൂപ ഹരിയാന കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പൈസ കൊടുക്കുന്നില്ല, കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അവർ 6100 രൂപ ഓണറേറിയം ഇനത്തിൽ, ഓണറേറിയം എന്ന് പറഞ്ഞാൽ ഓണറേറിയം മാത്രമാണ് കേട്ടോ, ബാക്കി ഇൻസെന്റീവ് വേറെ, 6100 രൂപ ഹരിയാന ഓണറേറിയം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സിക്കിമിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, അവിടെ ആശാ വർക്കേഴ്സിന്റെ എണ്ണം കുറവാണ് എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന കാര്യം അങ്ങനെ അല്ലാതിരിക്കില്ലല്ലോ. പശ്ചിമ ബംഗാൾ 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. നമ്മൾ മാതൃകാ സംസ്ഥാനം എന്നല്ലേ ശ്രീ ശിവദാസൻ അവകാശപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആശാ വർക്കേഴ്സിന് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയാതിരിക്കുകയും ഇത് കൊടുക്കാതിരുന്നിട്ട് നമ്മൾ നമ്പർ 1 ആണ്, നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മേനി പറയുകയും ചെയ്യുന്നത്? ഇനി അഭിലാഷിന്റെ ചോദ്യം ഞാൻ സദുദ്ദേശപരമായി എടുക്കുകയാണ്. ആ സദുദ്ദേശപരമായി എടുത്തുകൊണ്ട് ഞാൻ അഭിലാഷിനോട് പറയുന്ന ഒരു മറുപടി എന്താന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ അർഹതപ്പെട്ട കാര്യങ്ങൾ നൽകാതിരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരായി അങ്ങ് സംസാരിക്കണം. ആശാ വർക്കർമാർക്ക് 2 ലക്ഷമോ 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിനൊരു തെറ്റുള്ള കാര്യമല്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. ആ പൊസിഷൻ എന്താണ്? കണക്കുകൾ വെച്ചുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ് നൽകേണ്ടുന്ന 600 കോടിയിലധികം രൂപയെക്കുറിച്ച് അവർ പറഞ്ഞു. ആ 600 കോടിയോളം വരുന്ന രൂപ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സഹായാവുന്ന തുകയാണ്. ആ തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഞാനുമുണ്ട് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരേണ്ടുന്ന ആളുകളാണ് മലയാളികളായ സകല ആളുകളും. അത് വരാതെ കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന്, കേരളത്തിലെ സർക്കാരിനെ മാത്രമായി കുറ്റപ്പെടുത്തുന്നില്ല ശ്രീ ശിവദാസൻ. 636 കോടി രൂപ 2023 സാമ്പത്തിക വർഷത്തെ ഫണ്ടായി കിട്ടാനുണ്ട്. അതിൽ ആർക്കാണ് സംശയം? അതിലിവിടെ ശ്രീ ശ്രീപത്മനാഭൻ തന്നെയും അത് സമ്മതിച്ചിട്ടുണ്ടല്ലോ. കിട്ടാനില്ല എന്നാരും പറയുന്നില്ല. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാം അഭിലാഷ്, കൂട്ടിച്ചേർക്കുന്നതെന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയുടെ നല്ല വിഹിതവും കേരളത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ ഹരിയാനയിലേക്കും UP-യിലേക്കും ഒക്കെയാണ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ
പറയേണ്ടി വരികയാണ്. ശരി, അത് കേരളത്തിൽ ശരിയാണ്. കിട്ടുന്ന നികുതി വിഹിതം എന്നുള്ളത് ആ നികുതി വിഹിതം പിരിച്ചു കൊണ്ടുപോകുന്ന തുകയുടെ നേരിയ ശതമാനമാണ് എന്നുള്ളത് കണക്കുകളിലൂടെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശരി. ഇവിടെ 0.3 മാത്രം ഒരു വ്യക്തിക്ക് പെർ പേഴ്സൺ കിട്ടുമ്പോൾ അവിടെ അപ്പുറത്ത് UP-ക്കാരന് 6 രൂപയിലധികം കിട്ടുന്നു, ഹരിയാനക്കാരന് ശരി, അതിന് 5 പല രൂപ പല 50 പല പൈസയിലധികം ഘടകങ്ങളുണ്ട്. അതൊക്കെ കൊടുക്കുന്നു. ശരിയാണ്.